അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ്. ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ഓതിയാൽ വമ്പൻ 11 നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സൂറത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്നത് വലിയ നേട്ടങ്ങൾ, 11 നേട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗമുള്ളവരുണ്ട്, പിന്നെ ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ജോലിയില്ലാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സൂറത്ത് 11 നേട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവനെ, ഈ മഹത്തായ സൂറത്തൊക്കെ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവരും ഈ സൂറത്തൊക്കെ പാരായണം ചെയ്യണം. നമ്മളെല്ലാം നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ്. പവിത്രതയുള്ള പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലാണല്ലോ ഞാൻ നിങ്ങൾ നിലകൊള്ളുന്നത്. ഈ പറയാൻ പോകുന്ന സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ വീട്ടിൽ ബർക്കത്തുണ്ടാകും. അതുപോലെ തന്നെ വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകും. നമ്മുടെ ആഗ്രഹം അല്ലാഹു നിറവേറ്റി തരും. ഇങ്ങനെയുള്ള ഈ പുണ്യ സൂറത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ വീടുകളിൽ ഓതിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഓതിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം നമസ്കാരത്തിനായി പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. പള്ളിക്കകത്തിരുന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. ആ സമയത്ത് അവിടെ പറയുകയാണ്, ഉമറേ, ഖുർആൻ ഓതിയിട്ട് നീ നിന്റെ അല്ലാഹുവിന്റെ വീട് പ്രകാശിപ്പിച്ചു. അതുപോലെ അല്ലാഹു തആല നിന്റെ ദുനിയാവും ആഖിറവും പ്രകാശിപ്പിക്കട്ടെ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന ഭവനം അത് പ്രകാശിക്കുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലെ, പരിശുദ്ധ റമദാൻ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാതെ ഇപ്പോൾ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. വലിയ അനുഗ്രഹങ്ങൾ കാരുണ്യവാനായ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഏത് വീടുകളിൽ ഓതുന്നുവോ ആ വീടാണ് പ്രകാശിക്കുന്നത്. ആ വീടാണ് മലക്കുകൾക്ക് പരിചയമുള്ളത്. ഒരു ദിവസം ഖുർആൻ ഓതുന്നയാൾ സുഖമില്ലാതെ കിടന്നാൽ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുമത്രേ, ആ വീട് എന്നും പ്രകാശിക്കുന്നുണ്ടല്ലോ പടച്ചവനെ, ആ വീട് എന്നും പ്രകാശിക്കുമല്ലോ, ഇന്ന് ആ പ്രകാശം കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് സുഖമില്ലാതെ ആയെങ്കിൽ ആ വ്യക്തിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ്, അവിടെ വേദനയ്ക്ക് പകരം നീ പൊറുക്കണേ അല്ലാഹ്. അങ്ങനെ മലക്കുകൾ ആ പരിശുദ്ധ ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് വേണ്ടി മാലാഖമാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് വേണ്ടി മാലാഖമാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാത്രമല്ല അല്ലാഹുവിനോട് അവർ ചോദിക്കാൻ, റബ്ബേ, ആ ഖുർആൻ ഓതുന്ന വ്യക്തിയെ ഞാനൊന്ന് പോയി കാണട്ടെ അല്ലാഹ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന വ്യക്തി അദ്ദേഹം സുഖമില്ലാതായാൽ പോലും മാലാഖമാർ അവന് ആ ഓതുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരുടെ രോഗം ശിവയാകാൻ ദുആ ചെയ്യുമെന്നാണ്. ഇത്ര മനോഹരമായ ഖുർആൻ നമ്മുടെ അടുക്കലിരിക്കുമ്പോഴാണ് അത് മടക്കി വെച്ചിട്ട് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ അനുഗ്രഹങ്ങളുടെ വഴിയാണ്, റഹ്മത്തിന്റെ വഴിയാണ്. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. അത് നമ്മൾ ഓതണം. ഇന്ന് പല വീടുകളിലും ഖുർആൻ ഓതാൻ സമയമില്ല. ഖുർആൻ തുറന്ന് ഖുർആൻ പാരായണം നടത്തിയില്ലെങ്കിൽ ഖുർആൻ നിന്നെ ശപിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഖുർആൻ പാരായണം നടത്തണം. ഇന്ന് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ഓതാതിരുന്നാൽ ഖുർആൻ നിന്നെ ശപിക്കുന്നതാണ്. അല്ലാഹു
അല്ലാഹുവിന്റെ ഖുർആൻ നീ ഓതണേ, ധാരാളം നീ നിന്റെ ഭവനത്തിൽ ഓതണേ. അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നിനക്ക് നൽകുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ 11 വമ്പൻ നേട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. 11 വമ്പൻ നേട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ ഞാൻ പറയാൻ പോകുന്ന ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ പൊന്നാര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ള ഒരു സൂറത്താണ്. റസൂലുള്ളാഹിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്തിന്റെ വാർത്തകൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ സൂറത്ത് ഓതുക. അത്രയ്ക്ക് വാർത്തകൾ അടങ്ങിയ ഒരു സൂറത്താണ്. ഈ സൂറത്തിന്റെ നേട്ടങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അല്ലാഹു സ്വന്തമായിട്ട് തന്നെ ഈ സൂറത്ത് ഓതിയിട്ടുണ്ടെന്ന് ഈ സൂറത്തിന്റെ മഹത്വം പറഞ്ഞെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിവാഹം ശരിയാകാത്തവർ തടസ്സം വന്ന വിവാഹം മുടങ്ങിയിട്ട് പോകുന്നവർ ഈ സൂറത്ത് ഓതിയാൽ വിവാഹം വേഗം ശരിയാകുന്നതാണ്. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾക്ക് വിവാഹങ്ങളൊന്നും ശരിയാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, വിവാഹം ശരിയാകാത്തവർ, തടസ്സങ്ങൾ കാരണം ഇങ്ങനെ വിവാഹം മുടങ്ങി നടക്കുന്ന ആൾക്കാർ, മുടങ്ങി പോകുന്നവർ ഈ സൂറത്ത് നിങ്ങൾ ഓതി നോക്ക്. ഈ സൂറത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഖാലിഖ് സുബ്ഹാനഹു വ തആല നല്ല ഇണകളെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് ഈ സൂറത്ത് പാരായണം ചെയ്ത് അല്ലാഹുവോട് ദുആ ചെയ്യ്. അതുപോലെ മാതാപിതാക്കളൊക്കെ പാരായണം ചെയ്ത് ദുആ ചെയ്യ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു നല്ല ഇണകളെ അല്ലാഹു നൽകുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ ഡിഗ്രികളൊക്കെ പഠിച്ചു പോകുന്ന പിള്ളേരൊക്കെ ഒരുപാട് പഠനങ്ങളുള്ളവരാണ്. അവരൊക്കെ എന്ത് ചെയ്യുക, ഈ പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് ഓതിയിട്ട് ദുആ ചെയ്യണം. പടച്ചവനേ, എനിക്കൊരു സാലിഹായ ഇണയെ തരണേ അല്ലാഹ്, ഒരു സാലിഹായ ഇണയെ തരണേ അല്ലാഹ് എന്ന് നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്. ഈ സൂറത്തിന് അത്രയും പവറുള്ള ഒരു സൂറത്താണ്. വലിയ നേട്ടങ്ങൾ അല്ലാഹു നമ്മളിലേക്ക് കൊണ്ടുതരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സാലിഹായ ഇണകളെ അല്ലാഹു നൽകുന്നതാണ്. ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം. ഈ സൂറത്ത് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ അൻസാറുകൾ, മുഹാജിറുകൾ അവരോടൊപ്പം ഈ സഹാബാക്കൾക്ക് കിട്ടിയ കൂലി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഈ സൂറത്തിന്റെ മഹത്വം എന്താണ്? സ്വർഗാവകാശികൾ സ്വർഗത്തിൽ ഇരുന്ന് ഓതുന്ന ഒരു സൂറത്താണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് മലക്കുകൾ ഓതിയെന്നാണ്. പിന്നെയുള്ള മറ്റൊരു പ്രത്യേകത, ഈ സൂറത്തിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ എത്രയാണ്? 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കണം. ഈ സൂറത്തിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ എല്ലാ ദിവസവും ഓതിയാൽ അവനിലേക്ക് എല്ലാ ഫതഹിന്റെ ബാബുകളും, അതായത് ഏതൊരു വിഷയത്തിനിറങ്ങിയാലും അല്ലാഹു വിജയങ്ങൾ അവന് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ ഈ ചെറിയ സൂറത്തിന്റെ ഒരു മഹത്വം. മാത്രമല്ല, ഈ സൂറത്തിന്റെ 105-ാമത്തെ ആയത്ത് എത്ര? ഈ സൂറത്തിന്റെ 105-ാമത്തെ ആയത്ത് ഒരാൾ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ രോഗത്തിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അവന്റെ രോഗം അല്ലാഹു ശിഫ നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു പ്രത്യേകത, ഒരാൾക്ക് മറവിയുണ്ടെങ്കിൽ, പഠിച്ചത് മക്കൾ മറന്നു പോവുകയാണെങ്കിൽ ഈ സൂറത്തിന്റെ 131, 132, ഈ സൂറത്തിന്റെ 131, 132 ആയത്തുകൾ ഓതി അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, മറവിയുള്ള കുട്ടികൾക്ക് ഈ സൂറത്തിലെ 131-ാമത്തെ ആയത്ത്, 132-ാമത്തെ ആയത്തും ഓതി അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്നതാണ്. ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ സൂറത്ത് 21 ദിവസം അല്ലെങ്കിൽ 11 ദിവസം വിവാഹം ശരിയാകാത്തവർ ഓതിയാൽ ഖൈറായ ഇണകളെ അല്ലാഹു നൽകുന്നതാണ്. എന്റെ കണ്ടമുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് വിവാഹം ശരിയാകാത്ത ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ നമ്മുടെ മക്കൾക്ക് വിവാഹങ്ങളൊന്നും ശരിയാകുന്നില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഖ്ലാസോടെ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ സൂറത്ത് 21 ദിവസം അല്ലെങ്കിൽ 11 ദിവസം
ഒന്നിൽ 21 ദിവസം അല്ലെങ്കിൽ 11 ദിവസം വിവാഹം ശരിയാകാത്തവർ ഓതിയാൽ ഖൈറായ ഇണകളെ അല്ലാഹു നൽകുന്നതാണ്. അപ്പോൾ ഈ സൂറത്ത് മൊത്തത്തിൽ 21 ദിവസം ഓതി ദുആ ചെയ്യണം. അതല്ലെങ്കിൽ അതിനെ പറ്റിയില്ലെങ്കിൽ 11 ദിവസം ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഒരു ഖൈറായ ഒരിണയെ അല്ലാഹു നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അത്ര മഹത്വമുള്ള സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഒരുപാട് മഹത്വം ഈ സൂറത്തുണ്ട്. ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ സൂറത്താരെങ്കിലും 41 ദിവസം 41 ദിവസം ഓതിയാൽ അവന് സിഹ്ർ കണ്ണേറുകാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. കുറച്ചവരെ ഇങ്ങനെയുള്ള മുസീബത്തുകൾ പൈശാചിക ഉപദ്രവത്തിൽ എല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് മുഴുവനായി ഓതുന്ന രൂപവും പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിന്റെ ചില ആയത്തുകൾ ഓതുന്ന രൂപവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൂറത്ത് മൊത്തത്തിൽ ഓതണമെങ്കിൽ മൊത്തത്തിൽ ഓതാ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ചില ആയത്തുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ എണ്ണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചെയ്താൽ അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ സൂറത്തിന്റെ ചില ആയത്തുകൾ നമ്മൾ ഓതിയാൽ കിട്ടുന്ന അനുഗ്രഹം നോക്കാം. ആ ആയത്തുകൾ ഏതൊക്കെ നോക്കാം. 25-ാമത്തെ ആയത്ത്, 26-ാമത്തെ ആയത്ത്, 27-ാമത്തെ ആയത്ത്, 28-ാമത്തെ ആയത്തുകൾ. ചെറിയ ഈ 4 ആയത്തുകളാണ്. ഈ ആയത്തുകൾ ഓതിയാൽ അവന്റെ നാവിന്റെ കുടുക്കുകൾ, അതുപോലെ തന്നെ മക്കൾക്ക് ഈ ആയത്ത് ഓതി വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ ഓർമ്മശക്തിയും സംസാര ശേഷിയും ഉണ്ടാകുന്നതാണ്. ഇനി കച്ചവട സ്ഥാപനത്തിൽ ഇരുന്ന് ഈ 4 ആയത്ത് ഓതിയാൽ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്. ഒരുപാട് പേര് ചോദിച്ചു, കച്ചവടം ഒരു ബർക്കത്ത് ഉണ്ടാകാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ മുഅ്മിനീങ്ങളെ? ഈ സൂറത്തിലെ 25-ാമത്തെ ആയത്ത്, 26, 27, 28 ഈ ചെറിയ 4 ആയത്തുകൾ നിങ്ങൾ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്ന് ഈ 4 ആയത്തുകൾ ഓതിയാൽ കച്ചവടത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് നൽകുന്നതാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട്. ഈ വീഡിയോ ദീർഘിച്ചു പോകുമെന്ന് കരുതിയിട്ടാണ് ചുരുക്കി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട്. അപ്പൊ ഞാൻ ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിയത് 2 രീതിക്കാണ്. മൊത്തം ഓതുന്ന രീതിക്കും അതുപോലെ തന്നെ ചില ആയത്തുകൾ എടുത്ത് ഓതുന്ന രൂപത്തിലുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നിങ്ങൾ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഓതിയാൽ വലിയ വിജയം അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ സൂറത്തെ നമുക്ക് നോക്കാം. സൂറത്ത് താഹയാണ്. ഏത് സൂറത്താണ്? സൂറത്ത് താഹ. സൂറത്ത് താഹയുടെ മഹത്വമാണ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ 2ആയിട്ട് ഈ സൂറത്തിന് നമുക്ക് ഓതാം. ഇനി മൊത്തത്തിൽ ഓതാം. അതുപോലെ ചില ആയത്തുകൾ എടുത്തിട്ട് നമുക്ക് ഓതാം. വലിയ ഗുണമുള്ളതാണ്. പരിശുദ്ധ റമദാനാകുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ് റബ്ബേ പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖൻ അലൈനാ വലിജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖിനാ റബ്ബനാ ശർറ മാ ഖളീത്. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وأولادنا من الديون والمظالم والنار. പടച്ചവനെ, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇതെല്ലാം 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി നീ മാറ്റണേ അല്ലാഹ്.
അല്ലാഹുവേ ഖുർആനിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണം. ഞങ്ങൾ പലരും കടക്കാറാണ് റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലരും ഭവനമില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവരെ നീ ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവൻ ഒരുപാട് ദമ്പതികൾക്ക് മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളും ഞങ്ങളുടെ തൊഴിലുകളെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ ഇടങ്ങളിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈ റമളാനിൽ ചെയ്യുന്ന നോമ്പും അതുപോലെ തന്നെ നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.